മഴതോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചിന്നുമോളെ കാണാനായി അലീനയും രേവതിക്കുട്ടിയും കൂടി ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. രേവതിക്കുട്ടി ചാടി ചാടി സ്റ്റെപ്പ് ഇറങ്ങണ കണ്ട് ഡി നടന്നിറങ്ങടി, ചാടിയിട്ട് കാല് തെന്നി വീണ് ഒഴിയ മുറുകെ ചെയ്താലുണ്ടല്ലോ ഇവിടെ നിന്നെ നോക്കാനായിട്ടെ എന്ന് അലീന പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ആൻറ്റി ഉണ്ടെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. ആ പിന്നെ അതിനല്ലേ ശമ്പളം തന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് അലീന പറയുമ്പോഴേക്കും രേവതിക്കുട്ടി ഗ്രേസ് അമ്മയെ വിളിച്ചോണ്ട് ആൻറ്റി എവിടെയാ, ഞങ്ങൾ പോവാൻ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. അവിടെ നില്ല്, ദാ വരുന്നു ഗ്രേസ് അമ്മ വിളിച്ചു പറയുമ്പോഴേക്കും രേവതിക്കുട്ടി വന്ന് സോഫയിലിരുന്നോണ്ട് ചേച്ചി ചിന്നിക്കുട്ടിക്ക് ഫ്രൂട്ട്സും സീഡ്സും എല്ലാം വാങ്ങണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അതെല്ലാം വാങ്ങണം, നേരം കിട്ടുമോ ആവോ എന്ന് അലീന പറയുമ്പോഴാണ് മാമച്ചായൻ ഗ്രേസ് അമ്മ ഒന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് റെഡിയായി വരുന്നത്. രേവതിക്കുട്ടിയും അലീനയും അമ്പരപ്പോടെ എഴുന്നേറ്റുകൊണ്ട് അങ്കിൾ എങ്ങോട്ട് പോവാന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പോവില്ലേ, ഞങ്ങൾ പിന്നെന്തിനാ ഇവിടെ, ഞങ്ങൾ എവിടെയും പോവുകയാണെന്ന് മാമച്ചായൻ പറയുമ്പോഴേക്കും ആന്റിയും വരുന്നുണ്ടോന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സാരിയൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ട് ഗ്രേസ് അമ്മയും അങ്ങോട്ട് വരുന്നുണ്ടേ. ഞാൻ പിന്നെ ആരുടെ കൂടെ പോവും, എന്റെ കെട്ടിയോന്റെ കൂടെ അല്ലാതെ എന്ന് ഗ്രേസ് അമ്മ ചോദിക്കുമ്പോ എവിടെ പോവാ ആന്റി, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ടേ. ആഹാ, എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ, നീയാണോ ഇവിടുത്തെ മജിസ്ട്രേറ്റ് എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ വേറൊരു ദിവസം പോയാൽ മതിയായിരുന്നു, അന്നേരം എനിക്കും കൂടി വരായിരുന്നല്ലോ എന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ പറയുന്നുണ്ട്. അങ്ങനെ നീ ഇപ്പോൾ വരണ്ടെന്ന് രേവതിക്കുട്ടിയോടായി പറഞ്ഞിട്ട് മാമച്ചായ നമുക്ക് പോകാമെന്ന് ഗ്രേസമ്മ പറയുന്നുണ്ട്. രേവതിക്കുട്ടി പിണക്കത്തോടെ നിൽക്കുമ്പോഴേക്കും മാമച്ചൻ അലീനയോടായി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊല്ലത്തിനല്ലേ പോണത്, ഞങ്ങൾ ആലപ്പുഴയ്ക്കാ. അത് കേട്ട് ആലപ്പുഴ വഴിക്കല്ലേ ഞങ്ങൾക്കും പോവേണ്ടതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. നിങ്ങളതിന് ട്രെയിനിലല്ലേ പോണേന്ന് മാമച്ചനും. അല്ല, ബസ്സിനാണെന്ന് അലീന പറയുമ്പോഴേക്കും ഞങ്ങൾ കാറിനാണെന്ന് മാമച്ചൻ. ആലപ്പുഴയിൽ ആരാങ്കിളേന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോഴേക്കും അവളോട് പറയണ്ട മാമച്ചായ എന്ന് ഗ്രേസമ്മ പറയണ കേട്ട് ഞാൻ ആന്റിയോടൊന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ പിണങ്ങി എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി മുഖം വീർപ്പിച്ചു നിൽക്കുന്നുണ്ട്. നീ പിണങ്ങിയാലേ ഞാൻ രക്ഷപ്പെട്ടു, ശല്യമില്ലല്ലോ എന്ന് ഗ്രേസമ്മ പറയണ കേട്ട് രേവതിക്കുട്ടി അവരെ കണ്ണുരുട്ടി നോക്കുന്നുണ്ടേ. മാമച്ചൻ അപ്പോൾ അവരോടായി പറയുന്നുണ്ട്. ആലപ്പുഴയിലെ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, തോംസൺ എന്ന് പറയുമ്പോഴേക്കും വാ മാമച്ചായ, അവരോട് കിന്നരിച്ചോണ്ട് നിന്നാലേ നമ്മുടെ സമയം പോവും എന്ന് പറഞ്ഞ് ഗ്രേസമ്മ രേവതിക്കുട്ടിയെ നോക്കുമ്പോഴും അവൾ പിണക്കത്തോടെ ഗ്രേസമ്മയെ നോക്കുന്നുണ്ടേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗ്രേസമ്മേ, ഇവർ ആലപ്പുഴ വരെ നമ്മുടെ കൂടെ വരട്ടെ, അവിടെ ചെന്ന് ഇറക്കി വിട്ടേക്കാം, പിന്നെ ബസ്സിക്കാർ പോയിക്കോട്ടെ എന്ന് മാമച്ചായൻ പറയുമ്പോൾ ഇവരും ആലപ്പുഴ വഴിയാണെങ്കിലേ നമുക്കും ഇവരെയും കൂടി അങ്ങ് ഡ്രോപ്പ് ചെയ്യാം അലീനെ എന്ന് പോയി കാറി കയറുന്ന ഗ്രേസമ്മ പറയുമ്പോഴേക്കും വേണ്ട ചേച്ചി, ഇവർക്ക് വലിയ ഗമയാ, നമ്മൾ പാവങ്ങളല്ലേ, നമുക്ക് ബസ്സേ പോയാൽ മതി എന്ന് രേവതിക്കുട്ടി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ആഹാ, നിനക്ക് ബസ്സേ തന്നെ പോണമല്ലേ എന്ന് ഗ്രേസമ്മ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്നോട് മിണ്ടാൻ വരണ്ട, ഞാൻ പിണങ്ങി നിൽക്കുവാന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും മാമച്ചായ ആ ചൂരിലിങ്ങെടുത്തെ, ഇവക്ക് 2 അടിയുടെ കുറവുണ്ട് എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അത് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് മാമച്ചനും പറയുന്നുണ്ട്. ചെന്ന് കാറി പോയി ഇരിക്കടി, അലീനെ വിളിച്ചോണ്ട് നിന്ന് കൊഞ്ചുന്നോ എന്ന് ഗ്രേസമ്മ അവളെ വഴക്കു പറയുമ്പോഴേക്കും രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കൈത്തണ്ടയിൽ ഒരു പിച്ച് കൊടുത്തോണ്ട് അലീനയും കൂട്ടി അവിടെ നോടുന്നുണ്ട്. പിന്നീട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ അലീനയുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. ഫുഡ് കഴിച്ച് പ്ലേറ്റും കൈ പിടിച്ചോണ്ട് വൈജേ ഇവിടൊന്നും ആരുമില്ലേ, മോളെ കൃഷ്ണമോളെ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആരും വിളി കളിക്കാത്തത് കൊണ്ട് എല്ലാരും പോയോ, ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വീണ്ടും വൈജേന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലചന്ദ്രൻ വന്ന് ഡോർ തുറന്നുകൊണ്ട് അമ്മ ആരെങ്കിലും വിളിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചു തീർന്നിട്ട് കുറെ നേരമായി, എന്റെ കൈ കഴുകാനോ വെള്ളം എടുത്തു തരാനോ ആരെയും കണ്ടില്ല, അതുകൊണ്ട് വിളിച്ചതാ. വൈജമോൾ എവിടെ പോയി, ഇന്ന് ബാങ്ക് ഇല്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അതങ്ങനെയല്ലമ്മേ, അവള് ശനിയാഴ്ച വീട്ടിലോട്ട് പോരുമ്പോൾ ബാങ്കും കൂടി എടുത്തോണ്ട് വരും, അത് അവളുടെ കസ്റ്റഡി തന്നെ ഇരിക്കണം, തിങ്കളാഴ്ച രാവിലെ പോകുമ്പോൾ അതങ്ങ് കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞോണ്ട് അമ്മയ്ക്ക് കൈ കഴുകാനുള്ള വെള്ളം കിട്ടിയില്ലല്ലേ എന്നും പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ ബാത്റൂമിലേക്കായി പോകുന്നുണ്ടേ. ആ പിള്ളേരൊക്കെ എവിടെ പോയോ എന്തോ, ഇന്നാണെങ്കിൽ സ്കൂളും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ഒരു കപ്പിൽ വെള്ളവുമായി ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് ദാമ്മേ കൈ കഴുകുന്നു പറയുന്നുണ്ട്. എടാ മോനെ, നിന്നെ കൊണ്ട് ചെയ്യിക്കാനല്ല, ഞാൻ വൈജമോളെയാ വിളിച്ചേ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇനിയിപ്പോ ഞാനായ എന്താ കുഴപ്പമെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. വായില് സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവനൊന്നും അല്ലല്ലോ ഞാൻ, അത് അമ്മയ്ക്കും അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം നിറച്ച കപ്പ് മുത്തശ്ശിയുടെ കയ്യിലേക്കായി കൊടുത്തിട്ട് കൈ കഴുകാനായി പറയുന്നുണ്ട്. മുത്തശ്ശി കഴിച്ച പ്ലേറ്റും പിടിച്ചു നിൽക്കുന്ന ബാലചന്ദ്രന്റെ കയ്യിലേക്ക് കൈ കഴുകി കപ്പ് കൊടുക്കുമ്പോഴേക്കും ഡെ മോനെ അതവിടെ വെച്ചാ മതി, വൈജമോള് വന്ന് എടുത്തോളുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഞാൻ കളഞ്ഞാലെന്താ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്തു പോയി
മുത്തശ്ശിക്ക് കൈ തുടയ്ക്കാനുള്ള ടവൽ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ പെങ്കൊച്ചുള്ളപ്പോ നമ്മളൊന്നും പറയണ്ട, ഒന്നും ചോദിക്കുകയും വേണ്ട, എല്ലാം കൃത്യമായി ചെയ്തോളും എന്ന് മുത്തശ്ശി പറയുമ്പോ അലീനയല്ലേന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അതേന്നേ, ഇത് 2 ദിവസത്തേക്ക് മാറിപ്പോയപ്പോ എല്ലാം തിരിഞ്ഞു മറിഞ്ഞു. ഞാൻ ഉണ്ടോ ഉറങ്ങിയോ മരുന്ന് കഴിച്ചോ ഒന്നും നോക്കാൻ ആരുമില്ല, ആരും തന്നതുമില്ല, ഞാനൊട്ട് ഓർത്തതുമില്ല എന്ന് മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോഴേക്കും റൂമിന്റെ ഡോർ തുറന്ന് വൈജി അങ്ങോട്ട് വരുന്നുണ്ട്. ബാലചന്ദ്രനെ റൂമിനകത്ത് കണ്ട് അമ്പരപ്പോടെ ബാലചന്ദ്രൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. നീ നിൽക്കേണ്ടിടത്ത് നീ നിൽക്കാതെ ഞാൻ നിൽക്കേണ്ടിടത്ത് നീ പോയി നിന്നാൽ നീ നിൽക്കേണ്ടിടത്ത് ഞാൻ പോയി നിൽക്കേണ്ടി വരും. വലത് മനസ്സിലായെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ മനസ്സിലായില്ല, ഇതെന്താ കടം കഥയൊന്ന് വൈജയന്തിയും. മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ. വൈജി അപ്പോഴേക്കും അമ്മയുടെ അടുത്തേക്ക് വന്ന് അമ്മേ, ബാലചന്ദ്രൻ എന്തുദ്ദേശിച്ചാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് മനസ്സിലായില്ലേ, നീ എനിക്ക് ആഹാരം തന്നിട്ട് കൈ കഴുകിയോ? ഇല്ല, ബാലൻ വന്നിട്ട് എന്റെ കൈ കഴുകിച്ചു, അത്രേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറയുമ്പോ അല്ല, നീ നിൽക്കേണ്ടിടത്ത് ഞാൻ നിൽക്കേണ്ടിടത്ത് എന്നൊക്കെ വൈജയന്തി സംശയത്തോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എടി, അവനാണല്ലോ ഈ കുടുംബം നടത്തുന്നത് അല്ലേ, നീ പിന്നെന്തിനാ ഈ ബാങ്കും തലയിൽ വെച്ച് നടക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാടി? അമ്മ ചോദിക്കുമ്പോഴേക്കും വൈജയന്തി ദേഷ്യത്തോടെ ബബിതയെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. എന്നെ ഒച്ചയാ ഇത്, ചെവി പൊട്ടിപ്പോവുക എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും അതമ്മേ, ബാങ്ക് മാനേജർ നാളത്തെ സർവേയുടെ കാര്യം പറയാൻ വേണ്ടി ഫോൺ വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ടൊന്ന് മാറിയതാ, ബബിയോട് പറഞ്ഞായിരുന്നു അമ്മയുടെ കാര്യം നോക്കാം. അമ്മ ഉടനെ ബാലചന്ദ്രനെ വിളിച്ചു എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോ എടി, ഞാൻ ഇവിടെ കിടന്ന് കുറെ നേരമായി മാറി മാറി ഓരോരുത്തരെയും വിളിക്കുന്നു, എണീക്കാൻ പറ്റാത്ത ഒരു തള്ളയുടെ കിടപ്പുണ്ടെന്നുള്ള ഓർമ്മ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും റൂമിന്റെ ഡോർ തുറന്ന് ബബിതയും അങ്ങോട്ട് വരുന്നുണ്ട്. അവളെ കണ്ട് വൈജയന്തി അവളോടായി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയി കിടക്കായിരുന്നടി? അമ്മയുടെ കൈ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇത് കേട്ട് താൻ കൃഷ്ണമോളോട് പറഞ്ഞതാണെന്ന് ബബിത പറയുമ്പോഴേക്കും നിന്നെ ഏൽപ്പിച്ച ജോലി നീ അവളെ ഏൽപ്പിച്ചിട്ട് പോയല്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാമെന്ന് ബബിത പറയുന്നുണ്ട്. ഓ വേണ്ട, നിന്റെ അച്ഛൻ വന്ന് കൈ കഴിച്ചു എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് പോകുന്നുണ്ട്. ആഹാരം കഴിച്ചത് ശേഷം കഴിക്കേണ്ട മരുന്നെടുത്തു തരുമെന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും വൈജയന്തി മരുന്നെടുത്തു കൊടുക്കാനായി പോകുന്നുണ്ടേ. പിന്നീട് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മാമച്ചനെയും ഗ്രേസമ്മയും രേവതിക്കുട്ടിയെയും അലീനയുമാണ് കാണിക്കുന്നത്. പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടോണ്ട് ആലപ്പുഴ കഴിഞ്ഞു അങ്കിളെ, ആലപ്പുഴ ബൈപ്പാസ് എന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ കണ്ടെന്ന് തോന്നിയെന്ന് അലീന പറയുമ്പോഴേക്കും കഴിഞ്ഞോ എന്ന് മാമച്ചന്റെ ചോദ്യം കേട്ട് ഗ്രേസമ്മയും ചിരിക്കുന്നുണ്ടേ. അപ്പോഴാണ് ദേ ആലപ്പുഴ പോടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വിളിച്ചു കൂവുന്നത്. ഇവിടെ നിന്ന് മാമച്ചൻ ചോദിക്കുമ്പോഴേക്കും പോയി, അതൊരു ബോർഡായിരുന്നു എന്ന് രേവതിക്കുട്ടിയും. ഇതെല്ലാം കണ്ട് അങ്കിളെ ആലപ്പുഴ കഴിഞ്ഞെന്ന് അലീന പറയുമ്പോഴേക്കും ഷെടാ, ഇതെന്താ നേരത്തെ പറയാതിരുന്നത് എന്ന് മാമച്ചൻ ചോദിക്കണ കേട്ട് ഗ്രേസമ്മ ചിരി അമർത്തി പിടിച്ചിരിക്കുന്നുണ്ട്. മാമച്ചൻ ഒരിടത്ത് കാർ നിർത്തുമ്പോഴേക്കും ഞങ്ങൾക്കറിയില്ലല്ലോ ആലപ്പുഴ എവിടെയാണെന്ന്, അങ്കിളിനല്ലേ അത് ശരിക്കും അറിയാവുന്നത്, അങ്കിൾ ഇതൊന്നും ഓർത്തില്ലെന്ന് രേവതിക്കുട്ടി വഴക്ക് പറയുമ്പോ താൻ അത് മറന്നുപോയെന്ന് മാമച്ചനും. ഇനി എന്നാ ചെയ്യും, തിരിച്ചു പോണ്ടേന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ മാമച്ചായ നമ്മൾ കുറെ ദൂരം ഇങ്ങ് പോന്നു, ഒരു 12 കിലോമീറ്റർ എങ്കിലും ഇനി പുറകോട്ട് പോണം എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ഇറങ്ങി ബസ്സിന് പോയിക്കോളാം, അങ്കിളും ആന്റിയും ആ റിലേറ്റീവിന്റെ വീട്ടിലോട്ട് പോയിക്കോ എന്ന് അലീനയും പറയുന്നുണ്ട്. ഇവിടെ നിന്നാലൊന്നും കൊല്ലത്തിന് ബസ് കിട്ടില്ല, ഇനി അമ്പലപ്പുഴയിലോ ഹരിപ്പാടോ എത്തണം. മാമച്ചൻ പറയുമ്പോ ഇവരെ പാതി വഴിക്ക് ഇറക്കി വിട്ടു പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവോ മാമച്ചായ? ഒന്നാമതേ 2 പെൺകുട്ടികള് ബസ്സിൽ കയറിപ്പോയാ ഇവർ തിരിച്ചു വരുമ്പോ രാത്രി ആവത്തില്ലേ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ ഷെടാ ഇപ്പൊ ഒന്നിനും വയ്യല്ലോ എന്ന് പറഞ്ഞ് മാമച്ചനും അഭിനയിച്ചു തകർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നേരെ കൊല്ലത്തിന് പോവാം, എന്നിട്ട് തിരിച്ചു വരുമ്പോ ആലപ്പുഴ ഇറങ്ങാം എന്ന് മാമച്ചായൻ പറയുമ്പോ ശരിയാ, അതാ നല്ലതെന്ന് ഗ്രേസമ്മയും. വേണ്ട ആന്റി, ഞങ്ങൾ കാരണം വലിയ ബുദ്ധിമുട്ടാവും എന്ന് അലീന ടെൻഷനോടെ പറയുമ്പോ ഏതായാലും ഇറങ്ങി തിരിച്ചു കൊല്ലം വരെ പോയിട്ട് വരാം മാമച്ച, പിള്ളേർക്കൊരു കൂട്ടുമാവട്ടെന്നേ എന്ന് ഗ്രേസമ്മ പറയുമ്പോ എന്നാ അങ്ങനെ ആവട്ടെ എന്ന് മാമച്ചായനും. ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുകയാണ് രേവതിക്കുട്ടിയും അലീനയും. സമ്മ പുറകിലേക്ക് നോക്കി ചിരിക്കണ കണ്ട് അലീന രേവതിക്കുട്ടിയോടായി പറയുന്നുണ്ട്, ഡി ഇതൊക്കെ ഒരു നമ്പറാണെന്നാ തോന്നുന്നത്, ആലപ്പുഴയില് റിലേറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ വെറുതെയാ, നമ്മളെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സിലാഞ്ഞിട്ട് നമ്മളെയും കാറിൽ കൂട്ടി കൊണ്ടുവന്നതാ എന്ന് അലീന ശബ്ദം താഴ്ത്തി പറയുമ്പോ ശരിയാ എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടോണ്ട് എന്താ അവിടെ ഒരു മുറുമുറുപ്പെന്ന് മാമച്ചായനും ചോദിക്കുന്നുണ്ട്. ഇല്ല നിർത്തിയെന്ന് അലീനയും പറയുന്നുണ്ട്. പിന്നീട് ഷോപ്പിങ്ങിന് ഇറങ്ങിപ്പോയ അലീനയും രേവതിക്കുട്ടിയെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാമച്ചനെയും ഗ്രേസമ്മയുമാണ് കാണിക്കുന്നത്. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാണല്ലോ 2 പെൺപിള്ളേരും കൂടെ, ഇപ്പൊ സമയം എത്രയായി എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ
അവരാ കടയിലുള്ള മുഴുവൻ സാധനത്തിന്റെയും വില ചോദിക്കുമായിരിക്കും മാമച്ചനും. ഞാനിറങ്ങി ചെല്ലണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വരുന്ന അലീനയെയും രേവതിക്കുട്ടിയെയും കാണുന്നുണ്ട്. രേവതിക്കുട്ടി വന്ന് കാറിൽ കയറുമ്പോഴേക്കും അലീന ഗ്രേസമ്മയോടായി പറയുന്നുണ്ട്, ആന്റി സോറി കേട്ടോ, ചിന്നുമോൾക്ക് 2 കുഞ്ഞുടുപ്പ്, കുറച്ച് മിഠായിയും ചോക്ലേറ്റും കേക്കും, കുറെ കുട്ടികളുള്ളതല്ലേ അവിടെ, കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് അലീന കാറിൽ വന്ന് കയറുമ്പോഴേക്കും പാവയൊക്കെ കൊണ്ടുകൊടുത്ത പിള്ളേരെ 2 ദിവസം കൊണ്ട് പിച്ചി പറിച്ച് നശിപ്പിക്കൂലേ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ഇതെങ്ങനെ പെട്ടെന്ന് കേടാവുന്ന പാവയല്ല ആന്റി, റബ്ബറും പ്ലാസ്റ്റിക്കും കൂടി ചേർന്നതാ, നിലത്തിട്ടാലൊന്നും പൊട്ടത്തില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും എന്നാ നമുക്ക് പോവാൻ നോക്കാം, രാത്രിക്ക് മുമ്പേ തിരിച്ചെത്തേണ്ടതല്ലേ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും മാമച്ചായൻ കാർ എടുക്കുന്നുണ്ടേ. പിന്നീട് ത്യാഗഭവന്റെ മുറ്റത്ത് ആ കാർ വന്ന് നിൽക്കുന്നുണ്ട്. ലീന പെട്ടെന്ന് തന്നെ കാറിൽ നിറങ്ങി അവിടെയെല്ലാം തിരഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആരും മുറ്റത്തുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടി കൂടി കാറിൽ നിറങ്ങുമ്പോഴേക്കും അവർ 2 പേരും കൂടി ആ പരിസരം മൊത്തം വീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കുന്ന മാമച്ചായൻ ഗ്രേസമ്മയോടായി ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇറങ്ങണ്ടെന്ന്, ഇവിടം വരെ വന്നിട്ട് ഇറങ്ങാതിരിക്കുന്നത് മോശമല്ലേ എന്ന് ഗ്രേസമ്മ കൂടി പറയുമ്പോഴേക്കും അലീന അവരുടെ അടുത്തേക്ക് വന്ന് ഇവിടം വരെ ഉള്ളൂ അങ്കിളെ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോന്ന് പറയുന്നുണ്ട്. മാമച്ചായൻ ഡോർ തുറന്നിറങ്ങുമ്പോഴേക്കും രേവതിക്കുട്ടി ഓടിച്ചെന്ന് ഗ്രേസമ്മയുടെ ഡോർ തുറന്നു കൊടുത്ത് അവരെയും വിളിച്ചോണ്ട് വരുന്നുണ്ടേ. ഇരുന്നിരുന്ന് കാല് മരവിച്ചെന്ന് പറഞ്ഞ് മാമച്ചായൻ മുട്ടിമേ പിടിക്കുമ്പോ അയ്യോ നടക്കാൻ വയ്യെന്ന് അലീന ചോദിക്കുന്നുണ്ട്. സാരമില്ല, 3-3.5 മണിക്കൂർ ഇരുന്ന് ഡ്രൈവ് ചെയ്തതല്ലേ, ഉണ്ടെന്ന് പറഞ്ഞ് മാമച്ചാൻ ഓരോ എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. കൊടുക്കാനുള്ളതെല്ലാം മറക്കാതെ എടുത്തോണ്ട് വരണേന്ന് അലീന പറയുമ്പോഴേക്കും രേവതിക്കുട്ടി അതെല്ലാം എടുക്കാനായി പോകുന്നുണ്ടേ. അവരതെല്ലാം എടുത്തോണ്ട് മാമച്ചനെയും ഗ്രേസമ്മയും വിളിച്ചോണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും ഒരു സിസ്റ്റർ ഇറങ്ങി വരുന്നുണ്ട്. അലീനയെ കണ്ട് കുറെ ആയല്ലോ കണ്ടിട്ട്, ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. താൻ പാലായിൽ ഒരിടത്ത് നിൽക്കുകയാണെന്നും രേവതിക്കുട്ടി ഈ അങ്കിളുടെ ആന്റിയുടെ കൂടെ എറണാകുളത്താണെന്നും പറഞ്ഞോണ്ട് മദർ സുപ്പീരിയർ ഇല്ലെന്ന് അലീന ചോദിക്കുന്നുണ്ട്. സുപ്പീരിയർ ഒരു റിട്രീറ്റിന് വയനാട് പോയേക്കുവാ, മാനന്തവാടിയില് വേറൊരാളുണ്ട് പകരം എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എല്ലാവരും കൂടി മദർ സുപ്പീരിയറിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഗുഡ് മോർണിംഗ് സിസ്റ്റർ എന്ന് അലീന പറയുന്നുണ്ട്. മണി 2 കഴിഞ്ഞു, ഇപ്പൊ ഇവിടെ ആഫ്റ്റർനൂൺ ആയി എന്ന് മദർ സുപ്പീരിയറും. ഞങ്ങള് 12 മണിക്കെങ്കിലും എത്തണമെന്ന് വിചാരിച്ചു പോന്നതാ, എല്ലായിടത്തും ട്രാഫിക് ബ്ലോക്കായിരുന്നു, ചെറിയ ടൗണുകളിൽ പോലും ബ്ലോക്കാ. എന്നാൽ അലീന പറയുമ്പോ ഓണം വരുവല്ലേ, ഇനി 2-3 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അതിന്റെ തിരക്ക് എല്ലായിടത്തും കാണും എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ എവിടുന്നാ വരുന്നെന്ന് ചോദിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് എന്ന് പറഞ്ഞോണ്ട് ഇവളിപ്പോ എറണാകുളത്താണെന്ന് രേവതിക്കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് അലീന പറയുന്നുണ്ട്. ഞാനും കൂടി ആ ചിന്നുമോളെ അന്നിവിടെ കൊണ്ടുവന്നേ, അന്നിവിടെ വേറൊരു സിസ്റ്റർ ആയിരുന്നു എന്ന് രേവതിക്കുട്ടി പറയുമ്പോ ഞാൻ മാവേലിക്കരയിലായിരുന്നു, ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസേ ആയുള്ളൂ എന്ന് മദർ സുപ്പീരിയർ പറയുമ്പോഴേക്കും ഇത് മാമച്ചൻ അങ്കിള്, അത് ഗ്രേസമ്മ ആന്റി എന്ന് പറഞ്ഞ് അലീന അവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. രേവതിക്കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻസ് ആണെന്നും ഇവരുടെ വീട്ടിലാ ഇവൾ വർക്ക് ചെയ്യുന്നതെന്നും വീട്ടുജോലിക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണെങ്കിലും ഇവരിവളെ ദത്തുപുത്രിയെ പോലെ നോക്കുന്നത് എന്ന് അലീന പറയണ കേട്ട് മദർ സുപ്പീരിയർ സന്തോഷത്തോടെ ആണോ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഗ്രേസമ്മ അവരുടെ വാക്കു കേട്ട് കൈകൂപ്പുമ്പോഴേക്കും ഇത് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്ന് മദർ സുപ്പീരിയറും. അപ്പോഴാണ് തന്റെ മോളും ഒരു കന്യാസ്ത്രീയാണെന്നും ഒറ്റ മോളേ ഉള്ളൂ എന്നും ദൈവ വിളി കേട്ട് അവളും സഭാവസ്ഥവും തിരഞ്ഞെടുത്തു, ഇപ്പോ സൗത്ത് ആഫ്രിക്കയിലാ. ഗ്രേസമ്മ പറയുമ്പോഴേക്കും നീ പറഞ്ഞില്ലല്ലോടീന്ന് അലീനയോടായി അവർ ചോദിക്കുന്നുണ്ട്. താൻ പറയാൻ തുടങ്ങുമായിരുന്നു എന്ന് അലീന പറയുമ്പോഴേക്കും എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം, നിങ്ങൾ ഈ പെൺകുട്ടികളുടെ കൂടെ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ ദയ എന്തുമാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനുഷ്യരിലെല്ലാം കുറഞ്ഞു വരുക, സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷേ ദയ കാണുന്നില്ല. സഹജീവികളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ കൂടെ സഹായിക്കുന്ന സന്നദ്ധതയാണ് ദയ എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും ഞങ്ങളിപ്പോ ചിന്നുമോളെ കാണാൻ വന്നതാണെന്നും അവളെ വിട്ടിട്ടിപ്പോ 2 മാസം കഴിഞ്ഞെന്നും താനും പാലായിൽ ഒരു വീട്ടിൽ ഒരമ്മച്ചിയെ നോക്കാൻ നിൽക്കുമായിരുന്നെന്നും ഇപ്പോഴാ ഒരൊഴിവ് കിട്ടിയതെന്ന് അലീനയും പറയുന്നുണ്ട്. ഇത് കേട്ട് കൂടെ നിൽക്കുന്ന സിസ്റ്റർ പറയുന്നുണ്ട്, ചിന്നുമോളെ കുറിച്ചും ഇവിടുള്ള എല്ലാ കുട്ടികളെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് സിസ്റ്റർ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ കൊണ്ടുവിട്ടു പോയ ശേഷം അവർ നല്ല സങ്കടത്തിലായിരുന്നു. അവളുടെ ബർത്ത്ഡേക്ക് കേക്കും നക്ഷത്രവും വാങ്ങിക്കാൻ പോയ അലീന ആന്റിയും രേവതി ആന്റിയും എവിടെ പോയിന്ന് ചോദിച്ചുകൊണ്ട് നടക്കും എന്ന് സിസ്റ്റർ പറയുന്നത് കേട്ട് അലീനയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട്. ഇത് കണ്ട് വിഷമിക്കേണ്ടെന്നും ഇപ്പോൾ അവൾ മിടുക്കിയായെന്നും ഇവിടെല്ലാം തുള്ളിച്ചാടി നടക്കുന്നുണ്ടെന്നും സിസ്റ്റർ പറയുന്നുണ്ട്. അവൾ കുറെ കരഞ്ഞു കാണും അല്ലേ സിസ്റ്റർ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോ സങ്കടം വന്നാലൊന്നും അവൾ അങ്ങനെ കരയാറില്ല, എവിടെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് ഓർത്തോണ്ടിരിക്കും എന്ന് സിസ്റ്റർ പറയുമ്പോ ചിന്നുമോള് കരഞ്ഞതിനേക്കാളും ഇവളാ കരഞ്ഞത്. ഇവളുടെ നെറുകയിൽ ഒരു വറ്റാത്ത കിണറുണ്ടെന്ന് രേവതിക്കുട്ടിയെ തൊട്ടുകൊണ്ട് അലീന പറയുന്നുണ്ട്. നേരാണോടി എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോഴേക്കും സത്യമെന്ന് ഗ്രേസമ്മയും
മാമച്ചനോടും ഗ്രേസമ്മയോടും സിസ്റ്റർ ഇരിക്കാനായി പറയുമ്പോഴേക്കും ഞങ്ങൾ പോയി മോളെ കാണട്ടെ, അവളെ കാണാതെ ഞങ്ങൾക്ക് 1 മിനിറ്റ് പോലും നിൽക്കാൻ വയ്യ എന്ന് അലീന പറയുമ്പോഴേക്കും വേഗം ചെല്ലെന്ന് പറഞ്ഞ് കൂടെയുള്ള സിസ്റ്ററോട് അവരെ കൊണ്ടുപോയി കാണിക്കാനായി പറയുന്നുണ്ട്. മാമച്ചനും ഗ്രേസമ്മയും സിസ്റ്ററുടെ മുന്നിലിട്ട കസേരകളിലേക്ക് ഇരിക്കുന്നുണ്ട്. ജോലിയുണ്ടോ അതോ റിട്ടയർമെന്റ് ലൈഫാണോ എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ താൻ മിലിറ്ററിയിലായിരുന്നെന്നും VR എടുത്ത് നേരത്തെ പോന്നതാണെന്നും കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് മാമച്ചായൻ പറയുന്നുണ്ട്. ഗ്രേസമ്മയെ നോക്കി പേര് താൻ വിട്ടുപോയെന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും ഗ്രേസി തോമസ് എന്ന പേര്. എല്ലാരും ഗ്രേസമ്മ എന്ന് വിളിക്കും. BSNL ആയിരുന്നു ജോലി. ഇപ്പൊ റിട്ടയർ ആയി എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും മക്കൾ എത്ര പേരാന്ന് സിസ്റ്ററും ചോദിക്കുന്നുണ്ട്. ഒരു മോനുണ്ടായിരുന്നു, ആക്സിഡന്റിൽ പെട്ട് പോയി, 4 വർഷമായി എന്ന് മാമച്ചായൻ പറയുമ്പോഴേക്കും ഓ ജീസസ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരെ നേരത്തെ വിളിക്കുമെന്നാ പറയാറ്, പക്ഷേ അത് പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും എന്നവരെ ആശ്വസിപ്പിച്ചോണ്ട് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടതെന്ന് സിസ്റ്ററും ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ട സിസ്റ്റർ എന്ന് മാമച്ചായൻ പറയുമ്പോഴേക്കും അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല, എറണാകുളത്തുനിന്ന് ഇവിടം വരെ വന്നിട്ട് 1 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സിസ്റ്റർ അകത്തേക്കായി പോകുന്നുണ്ടേ. ചിന്നുകുട്ടി അവിടെ കൂട്ടുകാരുടെ കൂടെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് വരുന്ന അലീന ആന്റിയെയും രേവതി ആന്റിയെയും അവൾ കാണുന്നത്. അവരെ കണ്ട് ദേഷ്യത്തോടെ നോക്കി പുറംതിരിഞ്ഞു നിൽക്കുന്ന ചിന്നുമോളെ കണ്ട് വിഷമത്തോടെ നിൽക്കുന്ന അലീനയും രേവതിക്കുട്ടിയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.